إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يعش عن ذكر الرحمن نقيض له شيطانا فهو له قرين وإنهم ليصدونهم عن السبيل ويحسبون أنهم മുഹ്തദൂൻ. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ അങ്ങേറ്റം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും തഖ്വ ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോട് നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ സഗൗരവം കണക്കിലെടുക്കുകയും അവകളെ ആത്മാർത്ഥതയോടുകൂടി പ്രായോഗികവൽക്കരിക്കുകയും ആ നിലയിൽ തന്നെ കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് യാത്ര ചെയ്യുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. 43-ാമത്തെ സൂറത്തായ സൂറത്ത് സുഖ്റുഫിൻ്റെ 36-ാമത്തെ ആയത്ത് നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയെ അതിൽ പരിചയപ്പെടുത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വമൻ, ഒരു വ്യക്തി യഅശു അൻ ദിക്രിർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്റിനെ തൊട്ട് അന്ധത നടിച്ചവനാണ്. നുഖയ്യിദ് ലഹു, അവന് നാം ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ് ഷൈത്വാന, ഒരു ഷൈത്വാനിനെ ഏർപ്പെടുത്തി കൊടുക്കും. ഫഹുവ, ഏതവസ്ഥയിൽ അവൻ തന്നെയായിരിക്കും ലഹു ഖരീനുൻ, അവനുള്ള കൂട്ടുകാരൻ. വ ഇന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീൽ, അങ്ങനെ ആ കൂട്ടുകാരനും അവരുടെ കൂട്ടാളികളും ലയസുദ്ദൂനഹും, അവരെ തടയിടുന്നതാണ് അനിസ് സബീലി, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന്. വയഹ്സബൂന, എന്നാൽ അല്ലാഹുവിൻ്റെ മാർഗത്തെ തൊട്ട് ദിക്റിനെ തൊട്ട് സ്വന്തം അന്ധത നടിച്ചവന്റെ അവസ്ഥ എന്താണ്? വയഹ്സബൂന, അവൻ വിചാരിക്കുന്നു അന്നഹും മുഹ്തദൂൻ, അവൻ നല്ലൊരു മുഹ്തദാണ്, സന്മാർഗ ദർശനം സിദ്ധിച്ച ഒരു വ്യക്തിയാണ്, സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ് എന്നുള്ള ഒരു മൂഢധാരണ അവൻ്റെ ഉള്ളിലുണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ ചുറ്റോട് ചുറ്റുമുള്ള ഓരോ ആളുകളിലേക്കും കൈ ചൂണ്ടുന്നതിന് മുമ്പ് നമ്മളിലേക്ക് തന്നെ ആ കയ്യെ തിരിച്ചു ചൂണ്ടിയാൽ തീർച്ചയായും പ്രയോജനകരമായ ഒരു ചിന്തകളിലേക്കും പഠനങ്ങളിലേക്കും തിരിച്ചറിവുകളിലേക്കും അത് നമ്മെ നയിക്കുമെന്ന വിഷയത്തിൽ യാതൊരു സംശയമില്ല.
പഠന വിധേയമാക്കേണ്ടത് വമൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ വ്യക്തി ഒരുവൻ എന്ന് പറഞ്ഞു, അത് ഞാനാണോ? മറ്റുള്ളവരിലേക്ക് അത് കതിച്ചുകൊണ്ടിയത് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. ഇവിടെ അള്ളാഹു പറഞ്ഞതുപോലെ സ്വയം മുഹ്തദാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റുള്ളവരെയൊക്കെ കുറ്റപ്പെടുത്താൻ മാത്രമേ അത്തരം മൂഢമായ ചിന്തകൾ നമ്മളിൽ കാരണമായി തീരുകയുള്ളൂ. ഖുർആനുമായി ബന്ധപ്പെട്ട ഏതൊരു പഠനമായിരുന്നാലും ആദ്യം തന്നെ പ്രതിസ്ഥാനത്തേക്ക് എന്നെ ഞാൻ നിർത്തിയാൽ ഇൻഷാ അല്ലാഹ് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദിക്ർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ദിക്ർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വിശുദ്ധ ഖുർആനാണ് എന്നാണ് മുഫസ്സിറുകളായ ഉലമാക്കളുടെ അഭിപ്രായം. ഏറ്റവും വലിയ ദിക്ർ ഏതാണ് എന്ന് ചോദിച്ചാൽ അതും ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ് പഠന വിധേയമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പൊ ദിക്ർ എന്ന് പറയുമ്പോൾ അത് കേവലമായ ഒരു ഇബാദത്താണ് എന്നുള്ള നിലയ്ക്കാണ് പരമ്പരാഗതമായി നമ്മൾ മനസ്സിലാക്കി വരുന്നത് പലപ്പോഴും. അതായത് കൈകൾ പിടിച്ചിട്ടോ തസ്ബീഹ് മാലകൾ ഉപയോഗിച്ചിട്ടോ സുബ്ഹാനല്ലാഹ് പോലുള്ള അൽഹംദുലില്ലാഹ് പോലുള്ള അല്ലാഹു അക്ബർ പോലുള്ള അല്ലെങ്കിൽ അഫ്ളലുൽ ദിക്ർ എന്ന പേരിൽ അറിയപ്പെടുന്ന ലാ ഇലാഹ പോലുള്ള ഏതെങ്കിലും ഒക്കെ മന്ത്രങ്ങൾ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രവൃത്തിക്കാണ് ദിക്ർ എന്നുള്ളതാണ് പരമ്പരാഗതമായി മനസ്സിലാക്കി വരുന്നത്. എന്നാൽ പലപ്പോഴും അത് പരിപൂർണമായും ശരിയായി കൊള്ളണമെന്നില്ല. ദിക്ർ എന്ന വാക്കിന്റെ അർത്ഥം ഓർമ്മ എന്നുള്ളതാണ്. അല്ലാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട് ഒരു വ്യക്തി വാക്കുകൾ ഉരുവിടണം എന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ വാക്കുകളിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള ചില നല്ല വാക്കുകൾ അത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതുമായ ചില കാര്യങ്ങളാണ് നാം ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് പറയുന്നത് നല്ലതാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരു മാനദണ്ഡം നിശ്ചയിക്കുകയുണ്ടായി. അത് വെറുതെ പറഞ്ഞാൽ പോരാ. അത് പറയുമ്പോൾ ദിക്ർ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകണം. ഇപ്പൊ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് തസ്ബീഹാണ്, അത് ഹംദല്ല എന്നുള്ളൊരു ബോധം ഉണ്ടായിരിക്കും. ഖുർആൻ സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ എന്ന് പറഞ്ഞിട്ട് സൂറത്ത് യാസീനിൽ ഒരു ആയത്തിന്റെ തുടക്കത്തിൽ സുബ്ഹാൻ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ സൂറത്തുൽ ഇസ്രാഇന്റെ തുടക്കത്തിൽ അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ എന്ന് പറഞ്ഞിട്ട് സുബ്ഹാൻ എന്ന് പറഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല എന്ന് പലപ്പോഴും നമ്മൾ വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്ന സൂറത്തിന്റെ തുടക്കമാണ്. അതുപോലെ തന്നെ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ, ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുന്ന കാഴ്ചകൾ താങ്കൾ കണ്ടാൽ, താങ്കളുടെ ദഅവത്ത് വിജയിച്ചു എന്നുള്ളതിന്റെ പ്രകടമായ ഉദാഹരണങ്ങൾ കണ്ടാൽ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യണം. അതിനുശേഷം ബിഹംദി റബ്ബിക, ഹംദ് ചെയ്യണമെന്നുകൂടി പറഞ്ഞു. അപ്പൊ സുബ്ഹാനല്ലാഹ് അല്ല അൽഹംദുലില്ലാഹ്, അത് വേർതിരിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു അക്ബർ എന്നുള്ളത് മറ്റൊന്നാണ്, ലാ ഇലാഹ എന്നുള്ളതിന്റെ താല്പര്യം വേറെ ഒന്നാണ്. പിന്നെ ദിക്റുകളെ കുറിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ വേർതിരിച്ചു തന്നെ അവയെക്കുറിച്ച് പഠിക്കുകയും അതിന്റെ താല്പര്യങ്ങൾ മനസ്സിലാക്കുകയും ആ താല്പര്യത്തോടു കൂടി തന്നെ ആ ദിക്റുകൾ നമ്മൾ നാവിൽ നിന്നും പുറത്തേക്ക് വന്നെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നാം ഒഴിഞ്ഞെങ്കിൽ മാത്രമേ അതിന്റെ യഥാർത്ഥ ദിക്ർ നമ്മുടെ മനസ്സിലുണ്ടാകൂ. അതൊരു മറ്റൊരു വിഷയമാണ്. എന്നാൽ ദിക്റുകളുടെ ഒക്കെ കേന്ദ്രം എന്താണ്, അതിന്റെ സ്രോതസ് എന്താണ് എന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഖുർആനാണ്. അപ്പൊ ദിക്റുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഖുർആൻ പല നിലയ്ക്കുമുള്ള പരാമർശങ്ങൾ നടത്താറുണ്ട്. ദിക്റുള്ളവർക്ക് താങ്കൾ മുന്നറിയിപ്പ് കൊടുക്കുക, അങ്ങനെയെങ്കിൽ അത് ഫലം ചെയ്യുമെന്ന് സൂറത്ത് യാസീനിലൂടെ തന്നെ ഖുർആൻ പറയുന്നുണ്ട്. ദിക്റിനെ ഇത്തിബാഅ് ചെയ്യുന്ന ആളുകൾ, പിൻപറ്റുന്ന ആളുകൾക്ക് താങ്കൾ മുന്നറിയിപ്പ് കൊടുക്കുക, അതവർക്ക് ഫലം ചെയ്യും. ബോധനം കൊടുക്കുക, അതവർക്ക് ഫലം ചെയ്യും. അവരെ ഉപദേശിക്കുക, അതവർക്ക് ഫലം ചെയ്യും. ഇത് പലപ്പോഴായി ഖുർആൻ പല ആയത്തുകളിലൂടെയും പല സൂറത്തുകളിലൂടെയും പറയുന്ന കാര്യങ്ങളാണ്.
അപ്പൊ അങ്ങനെയെങ്കിൽ എന്താണ് ദിക്ർ എന്ന് ദിക്റിന്റെ അടിസ്ഥാനപരമായ തലങ്ങളെ കുറിച്ച് നാം പരിശോധിച്ച് നോക്കുമ്പോഴാണ് ആദ്യമായി മനുഷ്യനിലുണ്ടായ ഒരു ദിക്ർ എന്നുള്ളത് റുബൂബിയ്യത്തുമായി ബന്ധപ്പെട്ട ഷഹാദത്തിന്റെ ഒരു ബോധമാണ്, അല്ലെങ്കിൽ ഒരു ഓർമ്മയാണ്. ഇപ്പോൾ ആലമുൽ അർവാഹിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനുമായി ചെയ്ത ഒരു കരാർ, അത് പ്രൈമോഡിയൽ കോവിനന്റ് എന്ന പേരിൽ നമുക്കത് കൂടുതലായി പഠിക്കാൻ കഴിയും. എന്തായിരുന്നു ആദിമ ഉടമ്പടി? അതായത് അള്ളാഹു ചോദിച്ചൊരു ചോദ്യമാണ്. സൂറത്തുൽ അഅറാഫിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 172-ാമത്തെ ആയത്തിലൂടെയാണ് ആ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ആദം സന്തതികളെ കുറിച്ച് പരിചയപ്പെടുത്തി. അതിനുശേഷം പറഞ്ഞു അവർക്ക് നാം ഒരു ബോധം നൽകി. അതൊരു ചോദ്യത്തെ തുടർന്നുണ്ടായ ഒരു ബോധമാണ്. ചോദ്യം ഇതായിരുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അലസ്തു ബിറബ്ബിക്കും, നിങ്ങൾ എന്നെ റബ്ബായിട്ട് അംഗീകരിക്കുന്നുണ്ടോ, റബ്ബായിട്ട് ഉൾക്കൊള്ളുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു തആല ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ള, ഇനി കടന്നു വരാനിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും കൂടി ആലമുൽ അർവാഹിൽ സമ്മേളിപ്പിച്ചതിന് ശേഷം അവരോട് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു അത് എന്ന് പ്രമാണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അലസ്തു ബിറബ്ബിക്കും, നിങ്ങൾ എന്നെ റബ്ബായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? ഖാലു, ആത്മാക്കളെല്ലാം പറഞ്ഞു, ബല. ഒരു സംശയവുമില്ലാത്ത കാര്യത്തിനുള്ള ഒരു പ്രതികരണമായിട്ടാണ് അറബി ഭാഷയിൽ ബല ഉപയോഗിക്കാറുള്ളത്. ഒരു സംശയമില്ല, എന്താണ് ഇതിന് മാത്രം ചോദിക്കാൻ, അത് യാഥാർത്ഥ്യമല്ലേ എന്നുള്ള നിലയ്ക്ക് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അതിനുശേഷം അവർ ഷഹാദത്ത് കൊടുക്കുകയാണ്. ഷഹീദിന, ഞങ്ങൾ ഇതാ ഷഹാദത്ത് നൽകുകയാണ്, അല്ലാഹുവേ നീ റബ്ബാണ് എന്നുള്ളതിന് ഷഹാദത്ത് നൽകി. ഇപ്പൊ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ള സ്വന്തം ഷഹാദത്തിനെ നിഷേധിക്കുന്ന നിരീശ്വരവാദികൾ, അതായത് എത്തീസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഒഴികെയുള്ള മുഴുവൻ ആളുകളുടെയും ഉള്ളിൽ റുബൂബിയത്തിന്റെ ഷഹാദത്തുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ഹൈന്ദവ സഹോദരനോട് പോയിട്ട് പ്രപഞ്ചത്തെ ആരാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും പരബ്രഹ്മമാണെന്ന് പറയും. ഈ പരബ്രഹ്മം എന്ന് പറയുന്നത് റബ്ബ് എന്നുള്ള വാക്കിന്റെ ഒരു മലയാളം അല്ലെങ്കിൽ സാംസ്കൃത് പ്രയോഗമാണ്. അതേസമയത്ത് നമ്മളൊരു ക്രൈസ്തവ സഹോദരനോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും യഹോവയാണെന്ന് പറയും. യഹോവ എന്നുള്ളത് റബ്ബ് എന്നുള്ളതിന്റെ ബൈബിളുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്. അത് ഹീബ്രു ആകാം, മറ്റുള്ള ഏതെങ്കിലും ഭാഷയിൽ നിന്നുള്ളതാകാം. അപ്പൊ എന്തായിരുന്നാലും ഇവരെല്ലാം റബ്ബിനെ ഉൾക്കൊള്ളുന്നവരാണ്. ഈ റുബൂബിയത്തിന്റെ ഷഹാദത്തുമായി ഈ ലോകത്തേക്ക് മനുഷ്യൻ കടന്നു വരുന്നതിന്റെ താല്പര്യം എന്താണ് എന്ന് ആ ആയത്തിന്റെ അവസാനത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് പരലോകത്ത് പോകുമ്പോൾ റബ്ബിനെ അറിഞ്ഞ് നീ എന്തുകൊണ്ട് ആ റബ്ബിനെ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി ഇലാഹായ അള്ളാഹുവിനെ കണ്ടെത്തിയിട്ടില്ല? ഇലാഹിന്റെ പ്രകടന പരതയിലായിരുന്നല്ലോ നിന്റെ ജീവിതം മുഴുവനും എന്ന് ചോദിക്കുമ്പോൾ പടച്ചവനെ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു എന്നവൻ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവന്റെ പരിശുദ്ധമായ ആത്മാവിൽ തന്നെ ഈ ഒരു ബോധനം നൽകിക്കൊണ്ട് ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത്. അപ്പൊ ലോകത്തേക്ക് ജനിച്ചു വീഴുന്ന മുഴുവൻ കുഞ്ഞുങ്ങളും റുബൂബിയത്തിന്റെ ഷഹാദത്തും പേറിക്കൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് എന്നാണ് വിശുദ്ധ ഖുർആനും അതുമായി ബന്ധപ്പെട്ട ഹദീസുകളും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇതൊരു ദിക്റാണ്, അവന്റെ ഉള്ളിലുള്ള ബോധമാണ്. അല്ലാഹു റബ്ബാണ്. റബ്ബായ അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാൾ എന്ത് ചെയ്യുന്നു? അവന്റെ ജീവിത അനുഭവങ്ങളിലൂടെ റഹ്മാനായ അള്ളാഹുവിനെ അല്ലെങ്കിൽ ഇലാഹായ അള്ളാഹുവിനെ തിരിച്ചറിയുകയാണ്. എൻ്റെ ജീവിതത്തിൽ പ്രകടമായിട്ടല്ലെങ്കിലും കാരണങ്ങളിലൂടെ എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകനായ ഒരേ ഒരു ഇലാഹ്, അവന്റെ തീരുമാനമനുസൃതമായിട്ട് മാത്രമേ എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അത് നന്മയായിരുന്നാലും തിന്മയായിരുന്നാലും. അതാണ് ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല എന്നുള്ള ഈമാനികമായ വശത്തെക്കുറിച്ച് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ദിക്റുമായി ബന്ധപ്പെട്ട ആധികാരികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് ആമുഖമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. ചുരുക്കം പറഞ്ഞാൽ ഒരു ബോധം നമ്മളുടെ ഉള്ളിലുണ്ട്, അതാണ് നമ്മുടെ ദിക്ർ. അതിനെക്കുറിച്ചുള്ള ബോധമാണ് റബ്ബ് അല്ലാഹു ആണെന്നുള്ള ബോധം. ഈ ബോധമുള്ള ഒരാളോട് ബോധനം നൽകിയാൽ അവന് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ ബോധത്തെ ജീവിതത്തിൽ നിഷേധിക്കുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? ഭൗതികമായ താല്പര്യങ്ങളായിരിക്കാം. അതിന് കുറേ കാരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല വ്യത്യസ്തമായ സൂറത്തുകളിൽ വ്യത്യസ്തമായ ആയത്തുകളിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം അഹങ്കാരം കൊണ്ടായിരിക്കും. ചിലപ്പോൾ അഹങ്കാരം മനുഷ്യന്റെ മനസ്സിൽ വല്ലാതെ സ്ഥാനം പിടിക്കുമ്പോൾ
ഏകനായ ഒരു അള്ളാഹുവിനെ വഴിപ്പെടാൻ അവന്റെ മനസ്സ് മടിക്കും. അപ്പോ അഹങ്കാരത്തോടുകൂടി എന്ത് ചെയ്യും? അതിനെ നിഷേധിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോംപ്ലക്സുകളായിരിക്കാം. പല നിലയ്ക്കുള്ള കോംപ്ലക്സുകളെ കുറിച്ച് നമുക്കിന്നെ മനസ്സുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ കഴിയും. ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചത് അങ്ങനെയൊന്നാണ്. ആ ഒരു തെറ്റായ ചിന്താഗതിയും തോന്നലും അഹങ്കാരത്തിലേക്ക് ഇബ്ലീസിനെ നയിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഇബ്ലീസ് കാഫിറായി മാറിയതിന്റെ ഒരു വഴിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വ്യക്തമാക്കിയത്. ആദ്യം തെറ്റായ ഒരു ചിന്തയുണ്ടായി. ആദം നബി അലൈഹി സ്വലാമയെ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു തരം അസ്വസ്ഥത ഉണ്ടായി. അത് പിന്നെ ഞാൻ എങ്ങനെയാണ് സുജൂദ് ചെയ്യുക? അപ്പൊ ആ തെറ്റായ ചിന്ത അല്ലാഹ് പറഞ്ഞതാണല്ലോ എന്നല്ല ചിന്തിച്ചത്, സ്വന്തം താല്പര്യങ്ങളിലേക്ക് മടങ്ങി എന്നുള്ളതാണ്. സ്വന്തം തീരുമാനം, സ്വന്തം ചിന്ത. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഖുർആൻ ഒരു കാര്യം പറയുന്നു, ചിലപ്പോൾ ഒരാളോട് ക്ഷമിക്കണം, എല്ലാവരോടും മാന്യമായ രൂപത്തിൽ പെരുമാറണം, പിണക്കങ്ങൾ പാടില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയും അത് അദ്ദേഹത്തോട് ഞാൻ പിണങ്ങാൻ വേറെ ചില കാരണങ്ങളാണ്. അള്ളാഹ് പറഞ്ഞു ശരി, 3 ദിവസം ഒരാളോട് പിണങ്ങിയിരിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞു. അതെന്റെ സുഹൃത്തായിരുന്നാലും ബന്ധുക്കളായിരുന്നാലും ഞാനുമായി ബന്ധപ്പെടുന്ന ഏതേത് വ്യക്തികളായിരുന്നാലും പിണങ്ങാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കൊണ്ട് ഖുർആനെ വ്യാഖ്യാനിക്കുകയാണ്. ഇത് എൻ്റെ സഹോദരങ്ങളും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തെ കുറിച്ചുള്ള ഒരു വിശദീകരണത്തിലാണ് ആ ഒരു ഹദീസ് എനിക്ക് കണ്ടെത്താൻ കഴിയുന്നത്. അപ്പൊ അവിടെ നിയമം എന്താണ്? പിണങ്ങാൻ പാടില്ല. അപ്പൊ ഈ ഹദീസിനെ മുൻനിർത്തിക്കൊണ്ട് എൻ്റെ ഒരു സഹോദരൻ എന്നോട് കൊണ്ട് പറയുന്നു, സുഹൃത്തെ, ഇന്ന ആളുമായിട്ട് നിങ്ങൾ അത്ര രസത്തിലല്ലല്ലോ, പിണക്കത്തിലാണല്ലോ, പിണക്കം മാറ്റണം, താങ്കൾ പോയിട്ട് പിണക്കം മാറ്റണം, അദ്ദേഹത്തിന് തിരിച്ചിങ്ങോട്ട് പിണക്കം ഉണ്ടെങ്കിലും താങ്കൾ ഉത്തരവാദിയല്ല എന്ന് പറയുമ്പോൾ എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ പ്രവർത്തിക്കും. അല്ലാതെ എങ്ങനെയാണ്? അദ്ദേഹം എന്നോട് ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞോ? ഒരു മനുഷ്യന് ക്ഷമിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ന്യായങ്ങൾ ഞാൻ പറയും. എന്താണ് എൻ്റെ താല്പര്യം? അള്ളാഹുവിന്റെ താല്പര്യത്തെ പരിഗണിക്കാൻ മാത്രം, നടപ്പിലാക്കാൻ മാത്രം എൻ്റെ മനസ്സ് പാകപ്പെട്ടിട്ടില്ല. അതിനേക്കാൾ കൂടുതലായി എൻ്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തോട്ടുള്ള പിണക്കവും വെറുപ്പും വിദ്വേഷവുമാണ്. അപ്പൊ ഏതിനാണ് തൂക്കം കൂടുതൽ? എൻ്റെ താല്പര്യങ്ങൾക്കാണ്. എൻ്റെ താല്പര്യങ്ങൾ കൂടുമ്പോൾ അള്ളാഹുവിന്റെ താല്പര്യത്തെ ഞാൻ മാറ്റിവെക്കുന്നു. ഇത് തന്നെയാണ് ഇബ്ലീസിന് സംഭവിച്ചത്. അല്ലാതെ ഇത് എൻ്റെ ജീവിതത്തിൽ നിത്യേന സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നു, ഞാൻ ഇബ്ലീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇതെങ്ങനെ ന്യായമാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇബ്ലീസിനെ കുറ്റപ്പെടുത്താനുള്ള ഒരു അർഹത എനിക്കുണ്ടോ എന്നുള്ള ഒരു കാര്യം ഞാൻ ഒന്ന് പരിശോധിച്ച് നോക്കണം. ഇത്രയേ ഉള്ളൂ. അള്ളാഹുവിന്റെ താല്പര്യം പറഞ്ഞു, ഞാൻ എൻ്റെ താല്പര്യവും പറഞ്ഞു. ഇത് തമ്മിൽ യോജിക്കുന്നില്ല എങ്കിൽ ഞാനും ഇബ്ലീസിനെ പോലെ തന്നെയാണ്. അള്ളാഹു ഒരു താല്പര്യം പറഞ്ഞു, ഞാൻ എൻ്റെ താല്പര്യവും പറഞ്ഞു. രണ്ടും തമ്മിൽ യോജിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദിക്റിനെ ഇത്തിബാ ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നാണ് അതിന്റെ താല്പര്യം. അത്രയേ ഉള്ളൂ. ഒരുപാട് നമ്മൾ വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഞാനൊരു മനുഷ്യ പിശാചാണോ? ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നാസിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറഞ്ഞു. മനുഷ്യരിലും ജിന്നുകളിലുമുള്ള ആളുകളാണ് യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, മനുഷ്യ ഹൃദയങ്ങളിൽ ദുർബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നല്ലവനായ എൻ്റെ ഒരു സുഹൃത്തുമായി ഞാൻ കൂടി ചേരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മോശമായ സ്വഭാവങ്ങൾ അവനിൽ ഉണ്ടാകാൻ എൻ്റെ പ്രേരണ ഒരു കാരണമാകുന്നുവെങ്കിൽ ഞാൻ ഒരു മനുഷ്യ പിശാചാണെന്ന് അർത്ഥം. കാരണം അള്ളാഹുവിന്റെ താല്പര്യങ്ങളെ അല്ലല്ലോ ഞാൻ പിൻപറ്റുന്നത്, എൻ്റെ താല്പര്യങ്ങളെ അല്ലേ. അപ്പൊ ഈ നിലയ്ക്ക് ദിക്റിന്റെ വഴിയിലൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കണം എന്ന് പറഞ്ഞാൽ, ആലമുൽ അർവാഹിൽ വെച്ച് റുബൂബിയ്യത്തിന് ഷഹാദത്ത് കൊടുത്ത നിന്റെ ആത്യന്തികമായ ഒരു ബാധ്യത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൗതിക ലോകത്ത് വരുമ്പോ ഉലൂഹിയത്തിനുള്ള ഷഹാദത്തും കൂടി കൊടുത്തിട്ട് പോകണം. അത്രേ ഉള്ളൂ. പറയാൻ എളുപ്പമാണെങ്കിലും പ്രായോഗികവൽക്കരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രായോഗികവൽക്കരിച്ചെങ്കിൽ മാത്രമേ എൻ്റെ അവസാനത്തെ വാക്കായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവുകയുള്ളൂ. കാരണം അവിടെ ഷഹാദത്താണല്ലോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ നിത്യേന എന്നോണം എൻ്റെ സംസാരത്തിൽ, എൻ്റെ പെരുമാറ്റത്തിൽ, എൻ്റെ പ്രവൃത്തികളിൽ, എൻ്റെ കൊടുക്കൽ വാങ്ങലുകളിൽ, എൻ്റെ പെരുമാറ്റങ്ങളിൽ, സമീപനങ്ങളിലൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ ഇൻഷാ അല്ലാഹ് മരണപ്പെടുന്ന സമയത്ത് എനിക്ക് അന്തസ്സായിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയും. എൻ്റെ പെരുമാറ്റങ്ങളിലും എൻ്റെ സമീപനങ്ങളിലും എൻ്റെ വികാരങ്ങളിലും എൻ്റെ കൊടുക്കൽ വാങ്ങലുകളിലും എൻ്റെ സാമ്പത്തിക ഇടപാടുകളിലും എൻ്റെ കുടുംബാദികളുമായിട്ടുള്ള പെരുമാറ്റങ്ങളിലും ഒക്കെ എൻ്റെ സ്വന്തം താല്പര്യമാണ് മികച്ചു നിൽക്കുന്നതെങ്കിൽ എത്രയോ തവണ ലാ ഇലാഹ ഇല്ലല്ലാഹുവിനെ ഞാൻ നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്.
പരിശോധിച്ച് നോക്കേണ്ട വിഷയമാണ്. എത്രയോ സന്ദർഭങ്ങൾ അള്ളാഹ് ഇങ്ങനെയാ പറഞ്ഞു, അള്ളാഹ് അങ്ങനെയൊക്കെ പറയും, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്റെ സന്ദർഭം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ വാദമുഖങ്ങളെ ന്യായീകരിക്കുന്നതിന് വേണ്ടി, അതിനെ സാധൂകരിക്കുന്നതിന് വേണ്ടി ഞാൻ ചില മുടന്ന ന്യായങ്ങൾ ന്യായമായിരിക്കാം, ഇബ്ലീസും ന്യായം തന്നെയാണല്ലോ പറഞ്ഞത്. എന്റെ വാദമുഖത്തെ മുൻനിർത്തി നോക്കിയാൽ ഇബ്ലീസും ന്യായം തന്നെയാ പറഞ്ഞത്. ഇബ്ലീസ് പറഞ്ഞ എന്താണ്? പടച്ചവനെ സുജൂദ് ചെയ്യാതിരിക്കാൻ കാരണമുണ്ട്. പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സുജൂദ് ചെയ്യാതിരിക്കാൻ കാരണമുണ്ട്. കാരണം എന്താണ്? നീ ആദമിനെ സൃഷ്ടിച്ചത് കളിമണ്ണ് കൊണ്ട് തന്നെയല്ലേ, എന്നെ സൃഷ്ടിച്ച് അഗ്നി കൊണ്ടല്ലേ, അപ്പൊ ആരായി കുറ്റക്കാരൻ? പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും അത്യുന്നത സ്ഥാനം വഹിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ, നമ്മളെ എല്ലാ മാനദണ്ഡങ്ങളെയും എല്ലാ പഠനങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് നാം ഒന്ന് പരിശോധന നടത്തി നോക്കുക. പഞ്ചഭൂതങ്ങളിൽ മണ്ണിനേക്കാളും അത്യുന്നതമായ സ്ഥാനമുള്ളത് അഗ്നിക്ക് തന്നെയാണ്. കാരണമുണ്ട്, ശുദ്ധീകരണ പ്രവർത്തനങ്ങളിൽ അഗ്നിയല്ലാത്തതെല്ലാം എന്ത് ചെയ്യും? മലിനമായി മാറും. ഇപ്പൊ ഒരു സ്ഥലത്തൊരു മോശമായ ഒരു സാധനം കിടക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു? സാധാരണ ചെയ്യാറുള്ളതാണ്, കുറച്ച് മണ്ണ് വെട്ടിയിട്ട് അവിടെ എടുത്തു. പിന്നെ ആ മണ്ണ് നമ്മൾ ഉപയോഗിക്കുമോ? ഇല്ലല്ലോ. കാരണം ആ മലിനമായ വസ്തുവിനോടൊപ്പം മണ്ണും ചേർന്ന് മലിനമായി. അതേസമയത്ത് ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്ന അഗ്നിയാണെങ്കിൽ അഗ്നിക്കൊരു കോട്ടവും സംഭവിക്കുന്നില്ല, അതിന്റെ പരിശുദ്ധിക്ക് യാതൊരു കോട്ടവും സംഭവിക്കുന്നില്ല. എന്നും പരിശുദ്ധമായിട്ട് തന്നെ നിലകൊള്ളുന്ന ഒന്നാണ് അഗ്നി. അതുകൊണ്ടാണ് ഈ ദൈവത്തെ കണ്ടെത്താൻ കഴിയാത്ത ആളുകൾ, ഉലൂഹിയത്തിന്റെ ശരിയായ തലങ്ങളെ കണ്ടെത്താത്ത ആളുകൾ ലോകത്തേറ്റവും പരിശുദ്ധമായത് അഗ്നിയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അഗ്നിയെ ആരാധിക്കാൻ തയ്യാറാവുന്നത്. അതിന്റെ ഒരു താല്പര്യം അതാണ്. അപ്പൊ ഇബ്ലീസ് എന്താ പറഞ്ഞത്? അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ അത്യുന്നതനല്ലേ, അപ്പോ പിന്നെ കളിമണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട എന്നേക്കാൾ എന്റെ സൃഷ്ടിപ്പിൽ മെറ്റീരിയലിൽ താഴെ നിൽക്കുന്നത് കളിമണ്ണാണ്, അതുകൊണ്ട് എനിക്ക് സുജൂദ് ചെയ്യാൻ പ്രയാസം. പലപ്പോഴും ഞാനിതാ പറയാ, ഞാൻ വലിയ ആളാണ്, ഞാൻ വലിയ സംഭവമാണ്, അപ്പൊ പിന്നെ അവന്റെയൊക്കെ എടുത്തു പോയി മാപ്പി ചോദിക്കാൻ എന്ന് വെച്ചാൽ എങ്ങനെ ശരിയാകുക? ഇത് ഇബ്ലീസിന്റെ ചിന്തയുടെ അതേ താല്പര്യം തന്നെയാണ്, രണ്ട് നിലയ്ക്കാണെന്ന് മാത്രം. അല്ലെങ്കിൽ എന്റെ ഭാര്യയോടൊന്ന് സോറി പറയണം, എന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചാലും ഞാൻ എങ്ങനെയാ സോറി പറയുക? ഞാനൊരു പുരുഷനല്ലേ, സ്ത്രീ അബലയല്ലേ? തെറ്റായൊരു വ്യാഖ്യാനം കൊണ്ടുവരികയാണ്. ഭാരതീയ ദർശനങ്ങളിലാണ് സ്ത്രീകളെ അബലകളായിട്ട് ചിത്രീകരിക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ പിൻപറ്റുന്നത് ഖുർആനല്ല, ഹദീസും അല്ല, ഭാരതീയ ദർശനങ്ങളിലേക്ക് പോകും. എന്തിന്? എന്റെ ന്യായത്തെ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ചിന്തിച്ചു നോക്കേണ്ട വിഷയമാണ്. എത്രയോ ഞാൻ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അള്ളാഹ് പറഞ്ഞു, സ്ത്രീ അബലയൊന്നുമല്ല, മാനിക്കപ്പെടേണ്ടവരാണ്, ആദരിക്കപ്പെടേണ്ടവളാണ്, സംരക്ഷണം കൊടുക്കപ്പെടേണ്ടവളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോകത്തെ ഏറ്റവും മാന്യന്മാരെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ആരാണെന്ന് അറിയുമോ? സ്ത്രീകളോട് മാന്യമായ രൂപത്തിൽ പെരുമാറുന്നവരാണ്. അങ്ങനെയെങ്കിൽ നീ ഒന്ന് സോറി പറ, എന്നെ കൊണ്ടൊന്നും വയ്യ എന്ന് പറഞ്ഞാൽ അവിടെ ഖുർആനും അല്ല ഹദീസും അല്ല എന്റെ പ്രമാണം. പിന്നെയോ സ്ത്രീകൾ അബലകളാണ് എന്ന് തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിച്ച പല ദർശനങ്ങളിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങളായിരിക്കും എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇബ്ലീസിന്റെ താല്പര്യമാണ്. കാരണം ഉന്നതനായ അത്യുന്നതനായ എനിക്ക് അള്ളാഹ് പറഞ്ഞാൽ പോലും എന്ത് ചെയ്യില്ല, ഞാൻ താഴത്തേക്ക് പോകില്ല എന്നുള്ളതാണ്. ഞാൻ വലിയ കുടുംബക്കാരനാണ്, അപ്പൊ കുടുംബക്കാരനല്ലാത്ത ഒരാളോട് നീതി പാലിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു താല്പര്യം. ഇത് പൈശാചിക ചിന്തയാണ്, ഇബ്ലീസിന്റെ താല്പര്യമാണ്. ഇബ്ലീസ് പഠിപ്പിച്ചിട്ടുള്ള വലിയൊരു പാഠത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅറാഫിലൂടെ വ്യക്തമാക്കി. പഠിക്കേണ്ടവർക്ക് പഠിക്കാം, പിൻപറ്റുന്നവർക്ക് പിൻപറ്റാം, എല്ലാം വേണമല്ലോ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ചോദ്യവും ഉത്തരവും അതിൽ കൊടുത്തിട്ടുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖാല മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക. എന്നോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ സുജൂദ് ചെയ്യാതിരിക്കാനുള്ള കാരണം ഒന്ന് പറയാമോ ഇബ്ലീസേ എന്ന് അല്ലാഹു ചോദിച്ചു. അപ്പൊ ഇബ്ലീസ് പറഞ്ഞത് നമ്മളിപ്പോ പറഞ്ഞ വിഷയം തന്നെയാണ്. അന ഖൈറും മിൻ ഖലഖതനി മിൻ നാർ ഖലഖതുഹു മിൻ തീൻ. ഞാൻ അവളെക്കാളും അത്യുന്നതനാണ്. ഇങ്ങനെ ഔന്നത്യം പല വിഷയത്തിലും കൽപ്പിക്കുവാൻ മനുഷ്യൻ തയ്യാറാവുകയാണ്, മറ്റുള്ളവനെ ചെറുതായി കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇരാറ്റുപേട്ടയിലുള്ള എത്ര ആളുകളെ ചെറുതായി കാണാനാണ് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വലിയ ആള്, ഞാൻ മുന്തിയ ആള്, ബാക്കിയുള്ളവരൊക്കെ മോശക്കാര്. ഇത് ആരുടെ താല്പര്യമാണ്? ആരാണ് ഈ ഒരു ചിന്ത മുന്നോട്ട് വെച്ചത്? ഇബ്ലീസാണ്. അനാ ഖൈറും മിൻ, ഞാൻ അവനേക്കാളും വലിയ ആളാണ്. ഇബ്ലീസാണ് മുന്നോട്ട് വെച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ ലോകത്തെ ഏറ്റവും അത്യുന്നതനായ അഷ്റഫുൽ ഖൽഖ് അല്ലേ, സൃഷ്ടിഫുൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു വ്യക്തിയാണ് അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞു. കാരണം അങ്ങനെ പറയാതിരിക്കാനുള്ള കാരണം
അത് ഇബ്ലീസിന്റെ താല്പര്യമാണ്. അതെന്റെ ജീവിതത്തിൽ ഞാൻ നടപ്പിൽ വരുത്താൻ പാടില്ല എന്നുള്ള കൃത്യമായ ചിന്തയുടെയും തിരിച്ചറിവിന്റെയും താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരിക്കലും ചിന്തിച്ചില്ല. ഞാൻ എത്ര വട്ടം ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ എന്നെ മുൻനിർത്തി ഒന്ന് പരിശോധിച്ചു. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്കും ചിന്തിക്കാം. എത്ര വട്ടം ഞാൻ വലിയ സംഭവമാണ് എൻ്റെ മക്കളുടെ മുന്നിൽ, എൻ്റെ ഭാര്യയുടെ മുന്നിൽ, എൻ്റെ കുടുംബാദികളുടെ മുന്നിൽ, എൻ്റെ മാതാപിതാക്കളുടെ മുന്നിൽ. മാതാപിതാക്കളൊക്കെ പഴയ ജനറേഷനാണ്, ഞാൻ പുതിയ ജനറേഷനിൽപ്പെട്ട ആളാണ്. അപ്പം എന്നെപ്പോലെ ഒന്നും ചിന്തിക്കാൻ എൻ്റെ മാതാപിതാക്കൾക്കൊന്നും കഴിയില്ല. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി എത്ര പ്രാവശ്യം എൻ്റെ മാതാപിതാക്കളോട് ഞാൻ കയർത്ത് സംസാരിച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മൾ. അപ്പൊ അവിടെ എന്താ നമ്മൾ ഏതൊരു ചിന്തയാണ് അല്ലെ ഏതൊരു തത്വമാണ് നടപ്പിലാക്കിയത്? അന ഖൈറും മിൻ, ഞാൻ അവനേക്കാളും വലിയ സാധനമാണ്. അപ്പൊ ഈ ഒരു തത്വം ലോകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത് ഇബ്ലീസാണ്. അത് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു ആയത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ വലുതാണ് എന്ന് പറയാനുള്ള കാരണങ്ങൾ കൂടി നമ്മൾ നിരത്തും. അത് ഇബ്ലീസും ചെയ്തു. ഇത് പഴഞ്ചൻ സാധനങ്ങളാണ്, പഴയതാണ്. നിനക്ക് ഉൾക്കൊള്ളാൻ തന്നെ വലിയ പ്രയാസമാണ്. ഒരു വീട്ടിൽ ഗുരുവായിട്ടൊക്കെ സഹകരിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ വലിയ സംഭവമാണ്. എന്റെ പോരായ്മകളെ കുറിച്ച് ആളുകളൊന്ന് പറഞ്ഞോട്ടെ, എന്റെ പോരായ്മകളെ കുറിച്ച് ആളുകളൊന്ന് പറഞ്ഞോട്ടെ, എന്റെ മക്കൾ പറയട്ടെ, എന്റെ ഭാര്യ പറയട്ടെ, എന്റെ പോരായ്മകൾ, എന്റെ ബലഹീനതകൾ. ഞാൻ നാണിച്ചു പോവും. അത്രമാത്രം ബലഹീനതകളും പോരായ്മകളുമായിട്ടാണ് അനുനിമിഷം ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് ആ ഒരു യാഥാർത്ഥ്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട്, കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഞാൻ വലിയ ആളാണ് എന്നുള്ള ഭാവത്തിൽ ഞാൻ നടക്കുന്നത്. എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇവിടെ അള്ളാഹുവിനെ അല്ല ഇത്തിബാ ചെയ്യുന്നത്, ഞാൻ എന്റെ സ്വന്തം താല്പര്യമാണ്. ഇപ്പൊ ഇബ്ലീസിന്റെ കാഴ്ചപ്പാടിൽ ആരാ കുറ്റക്കാരൻ അല്ലേ? അങ്ങനെ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിനോട് അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനായി ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞത് മോശമായി പോയില്ലേ? പലപ്പോഴും എന്റെ ജീവിതം കൊണ്ട് വ്യാഖ്യാനിക്കുന്ന അങ്ങനെയാണ്. എന്നോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഞാൻ വലിയ ആളാണ്, ഞാൻ വലിയ പുള്ളിയാണ്, അതുകൊണ്ട് എന്നോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അവനോട് പോയി മാപ്പി ചോദിക്കാൻ പറയാൻ പാടില്ല, അവനോട് പോയി സലാം പറയാൻ പറയരുത്, ഇതൊന്നും പറയരുത്, ഞാൻ വലിയ സംഭവമാണ്, അവൻ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നോട്ടെ എന്നാണെങ്കിൽ അത് ഇബ്ലീസിന്റെ താല്പര്യമാണ്. ഇവിടെ വിഷയം ഇത്ര മാത്രമേ ഉള്ളൂ. നിന്റെ സ്വന്തം താല്പര്യം അനുസരിച്ചാണോ നീ മുന്നോട്ട് പോകുന്നത്? വളരെ മാന്യമായൊരു ചോദ്യമാണ് ഖുർആൻ എന്നോട് ചോദിക്കുന്നത് ഓരോ നിമിഷങ്ങളും. എൻ്റെ പൊന്നു സുഹൃത്തെ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഒരുപാട് വാദമുഖങ്ങളൊക്കെ മുന്നോട്ട് വെച്ചല്ലോ, എന്തൊക്കെയോ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയല്ലോ, എന്തായിരുന്നു തുള്ളല്? എല്ലാം കഴിഞ്ഞോ? സമാധാനമായോ? എങ്കിലും ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ, ഒരേ ഒരു ചോദ്യം. ആരെയാണ് നീ പിൻപറ്റുന്നത്? കാലഘട്ടത്തോടുള്ള ഖുർആന്റെ ചോദ്യമാണ്, എന്നോടുള്ള ഖുർആന്റെ ചോദ്യമാണ്. ആരെയാണ് നീ പിൻപറ്റുന്നത്? ഏത് താല്പര്യത്തെയാണ് നീ പിൻപറ്റുന്നത്? അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ബാക്കി ചർച്ചയിലേക്ക് പോകാം. രണ്ട് സംഗതി, ഒന്ന് നിന്റേത്, ഒന്ന് അള്ളാഹുവിൻ്റെത്. എന്താ ഞാൻ മറുപടി കൊടുക്കുക? 100% ദിക്റിനെ ഇത്തിബാ ചെയ്യുകയും അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്ക് മാത്രം ജീവിതത്തിൽ പ്രാധാന്യം കൽപ്പിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ ഒരു ഇലാഹും ഇല്ല എന്ന് ഉറച്ച് എന്റെ ജീവിതത്തിൽ വിശ്വസിക്കുകയും അതിനെ പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അൽഹംദുലില്ലാഹ് എനിക്ക് പറയാൻ കഴിയും, അല്ലാഹ് പറഞ്ഞോട്ടെ, ഞാൻ അനുസരിക്കാം. ആരുടെ മുന്നിലും താഴാൻ ഞാൻ തയ്യാറാണ്. അതൊരു താഴ്ചയല്ല, അതൊരു ഔന്നത്യമാണ്. എന്റെ മോനോട് സോറി പറയണോ? എന്റെ ഭാഗത്തൊരു തെറ്റ് സംഭവിച്ചു, എന്റെ മോനോട് എനിക്ക് സോറി പറയുന്നതിൽ ഒരു പ്രയാസവും ഇല്ല. ഞാൻ ചെയ്ത തെറ്റാണ്, ഞാൻ സോറി പറയാം. കാരണം അതെന്താണ്? ഒരു തരം താഴലല്ല. എന്റെ അള്ളാഹുവിനെ അനുസരിച്ച ഒരു വ്യക്തി, ഒരു മുഅ്മിൻ, ഒരു മുഹ്സിൻ, ഒരു മുത്തഖി, ഒരു മുഖ്ലിസ് എന്നുള്ള നിലയ്ക്ക് എന്റെ ദറജ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ സോറി പറയാം. എന്റെ ഭാര്യയോട് സോറി പറയണോ? അതൊരു തരം താഴലല്ല, അതൊരു ഔന്നത്യമാണ്. ഞാൻ ഒരു മുഹ്സിനോ മുത്തഖിയോ മുഖ്ലിസോ ഒക്കെയായി മാറുന്നതിന്റെ അത്യുന്നതമായ ഒരു അവസ്ഥയാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ അയൽവാസിയോട് സോറി പറയണോ? ഞാൻ പറയാം, കുഴപ്പമില്ല. ഇതെന്താണ്? ഔന്നത്യത്തിലേക്ക്, ആത്മീയ തലത്തിലേക്ക് ഒരു മനുഷ്യൻ ഉയരുന്നതിന്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു വശമാണ്. എന്താ കാരണം? എന്റെ അല്ലാഹ് പറയട്ടെ, എന്റെ അല്ലാഹ് എന്നെ നയിക്കട്ടെ, എന്റെ സ്വന്തം ചിന്തകളും കാഴ്ചപ്പാടുകളും അത് അതിന്റെ മുന്നിൽ തകർന്നു വീഴട്ടെ എന്നുള്ള ശരിയായൊരു മുഅ്മിനിന്റെ ഒരു കാഴ്ചപ്പാടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അവസ്ഥയിലേക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള നല്ല ബോധം നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്.
അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും തഖ്വകൾ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും രണ്ടാമത് ഒന്നുകൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, അള്ളാഹുവിൻ്റെ ദിക്റിനെ ഇത്തിബാഅ് ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇലാഹായിട്ട് അള്ളാഹുവിനെ മാത്രം കാണുകയും അതേ അവസരത്തിൽ അവൻ്റെ ജീവിതത്തെ മുഴുവനും അള്ളാഹുവിനു വേണ്ടി സർവസ്വവും സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പരിചയപ്പെടുത്തിയത് മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ഇത്തിബാഅ് ചെയ്യണം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ വാക്കുകളാണ് താങ്കൾ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കേണ്ടത് എന്ന് ലോകത്തിന്റെ നായകനായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായോ? നമ്മൾ പരിശോധിച്ചു നോക്കേണ്ടത്, ലോകത്തിന്റെ പ്രവാചകന്മാരുടെ ഒരു ശൃംഖലയുണ്ട്. അതിന് കൃത്യമായ ഒരു തലം അല്ലാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ 2 മക്കളാണ്. ഒന്ന് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, മറ്റൊന്ന് ആദരവായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ലോകത്ത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഭവനം പണിതുകൊണ്ട് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിച്ച മഹാനായ ഒരു വിപ്ലവകാരി ഇസ്മായിൽ നബി അലൈഹിസ്സലാം കഅബ നിർമ്മാണം നടത്തുകയുണ്ടായി. കഅബയുടെ പുനർനിർമ്മാണം. അതേപോലെ തന്നെ എന്ത് ചെയ്തു? മറ്റൊരു മഹാനായ പുത്രൻ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയോടൊപ്പം ഫലസ്തീനിലേക്ക് പോയിട്ട് അവിടെയും വലിയൊരു സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. അതെന്താണ്? അത് ബൈത്തുൽ മുഖദ്ദസിന്റെ നിർമ്മാണമാണ്. ഈ 2 മഹാനായ പ്രവാചകന്മാരും 2 മക്കളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആദരവും അംഗീകാരം കൊടുക്കേണ്ട പട്ടികയിൽ വരുന്ന മഹത്വക്കര 2 മക്കളാണ്. ഈ മക്കളുടെ വഴികൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അത്ഭുതപ്പെട്ടു പോകും. എന്താണ്? മഹാനായ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമയുടെ പുത്ര പരമ്പര മുഴുവൻ പ്രവാചകന്മാരാണ്. എന്നാൽ പലപ്പോഴും ഇസ്മായിൽ നബി അലൈഹി സ്വലാമയുടെ ആ ഒരു പരമ്പര പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ ഒന്നും പ്രവാചകന്മാരെ കാണുന്നില്ല. ഇതെന്തൊരു അത്ഭുതമാണ്! കാരണം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയോളം വിശുദ്ധ ഖുർആനൊന്നും അത്ര കാര്യമായിട്ട് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമയെ പരിചയപ്പെടുത്തിയിട്ടില്ല എങ്കിലും ആ വിഷയത്തിൽ ഒരു കൃത്രിമം കാണിച്ചുകൊണ്ട് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമയ്ക്ക് ഇല്ലാത്ത ഒരു പ്രാധാന്യം കൽപ്പിക്കുവാൻ വിശുദ്ധ ബൈബിൾ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അവിടെ അറുക്കപ്പെടുന്നതും ബലിയർപ്പിക്കപ്പെടുന്നതും ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമയാണ്. അത് കൃത്രിമത്വമാണ്. ചരിത്രത്തോട് നമ്മൾ കാണിക്കുന്ന വല്ലാത്ത ഒരു അനീതിയാണ്. എന്തായിരുന്നാലും നമ്മൾ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഇവിടെ ഒന്നും പ്രവാചകനെ കാണുന്നല്ലോ. അറബികളുടെ പാരമ്പര്യം അദ്നാനിയൂനിൽ ഒരു പ്രവാചകനെ പോലും കാണാൻ കഴിയില്ല. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൃത്യമായ ആ ഒരു താല്പര്യം, അവന്റെ ഒരു പ്ലാൻ എന്നുള്ള നിലയ്ക്ക്, ഒരു സ്ട്രാറ്റജിക്കൽ പ്ലാൻ എന്ന് കൃത്യമായ രൂപത്തിൽ നമുക്ക് ചരിത്രപരമായി പറയാൻ കഴിയുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനാണ് അല്ലാഹു സുബ്ഹാനഹു തആല നടപ്പിലാക്കുന്നത്. ആദരവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കടന്നുവരവ്, അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ അല്ലാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്തു? പ്രവാചകനായി നിയോഗിക്കുന്നു. വീണ്ടും വിടവ് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ആദരവായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് 2 പുത്രന്മാർ കടന്നു വരുന്നു. ഒരു ഭാഗത്ത് മുഴുവൻ പ്രവാചകന്മാരാണ്. ഈ ഭാഗത്ത് പ്രവാചകന്മാരൊന്നും ഇല്ല എങ്കിൽ കൂടി ഇവിടെ കൊണ്ടുവന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുകയാണ്. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പാലായനത്തിന് മുമ്പ് ഒരൊറ്റ കൽപ്പന കൊടുക്കുകയാണ്. താങ്കളുടെ തന്നെ എന്ത് ചെയ്യണം? ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകണം. അത് സാധാരണ ഒരു യാത്രയൊന്നുമല്ല, തികച്ചും ആത്മീയമായൊരു യാത്രയാണ്. സാധാരണ ഒരു യാത്രയായിരുന്നുവെങ്കിൽ അത് ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നടപ്പിലാക്കിയ ഒരു മഹാസംഭവം എന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇത് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമയുടെ കൃത്യമായ സാന്നിധ്യം ലോകത്ത് ഇന്നേ വരെ ഒരു സയൻസിനും ഒരു ടെക്നോളജിക്കും ഒരു ഫിലോസഫിക്കും വിശദീകരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള അത്ഭുതകരമായ ഒരു യാത്രാ സംവിധാനം. ശരിക്കും അതിനെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ എന്താണ്? ബുറാഖിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള യാത്രയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ കണ്ണെത്തുന്ന സ്ഥലത്ത് അതിന്റെ കുടുകുളുമ്പ് വയ്ക്കൂ എന്ന് പറഞ്ഞു. ആ ഹദീസിനെ കുറിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ പ്രകാശ വേഗതയിലായിരുന്നില്ലേ ആ ബുറാഖിന്റെ സഞ്ചാരം എന്ന് ചിന്തിച്ചു പോകും. അപ്പോഴും എന്താണ്? പ്രകാശ വേഗതയിൽ ഒരൊറ്റ കുളമ്പ് ബുറാഖ് എങ്ങാനും വെച്ചാൽ അത് ഭൂമിയെയും വിട്ട് എത്രയോ അകലത്തിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ്.
സൂര്യന്റെ അടുത്ത് വരെ എത്തും ഒരൊറ്റ കുളമ്പെന്ന് പറയുമ്പോൾ. അപ്പൊ എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ സ്പീഡ് കുറച്ചു കൊടുത്തു. അത്ഭുതങ്ങളായിരിക്കണമല്ലോ, മുഅ്ജിസത്തായിരിക്കണമല്ലോ, ഏറ്റവും വലിയ രൂപത്തിൽ എന്ത് ചെയ്തു? അതിനെ അല്ലാഹു അവതരിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം എന്ന് പറഞ്ഞിട്ട് വലിയൊരു വിഷയമാണത്. എന്തായിരുന്നാലും ആ ഒരു യാത്രയിലൂടെ എന്ത് ചെയ്തു? ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിയുടെ പാരമ്പര്യത്തെ നേരെ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിയുടെ പാരമ്പര്യവുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. സകലമാന പ്രവാചകന്മാരെയും ആ ഒരൊറ്റ യാത്രയിൽ ബൈത്തുൽ മുഖദ്ദസിൽ സമ്മേളിക്കാൻ അള്ളാഹുവിന്റെ ശക്തിയുക്തമായ ഒരു കൽപ്പന എല്ലാ പ്രവാചകന്മാരും സമ്മേളിച്ചു. അവിടെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇമാമത്ത് നിർത്തിയിട്ട് ഈ ആ ഒരു വിടവ് കൃത്യമായ രൂപത്തിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. മഹാൻ തന്നെയാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാം, ഒരു കുറവ് പോലും ഇല്ല. കാരണം അദ്ദേഹത്തിന്റെ വഴികളിലൂടെ ഒരു പ്രവാചകന്മാരെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ പോലും അതിന്റെ എല്ലാം പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന രൂപത്തിൽ ഒരു മഹാനായ ഒരു വ്യക്തിത്വം താങ്കൾ കയറി ഇമാമത്ത് നിൽക്കുക. സുബ്ഹാനല്ലാഹ്. എല്ലാ പ്രവാചകന്മാർക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാം അടക്കമുള്ള ലോകത്ത് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാർക്കും ഇമാമായി നിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നീട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, താങ്കൾ അന ഹുനഫാ എന്ന് പറയണം. ഏത് സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയോടാണ് അന ഹുനഫ എന്ന് പറയാൻ പറയുന്നത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, പിന്നിൽ നിന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാർഗമാണ് എന്റെ മാർഗം എന്ന അനുയായികളോട് പറയണം. വെറുതെ പറഞ്ഞാൽ പോരാ, അന്തസ്സായിട്ട് പറയണമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഖുർആന്റെ ആയത്തുകളൊക്കെ വ്യക്തമാക്കുന്നത് ആ രൂപത്തിലാണ്. അതിന്റെ വൈകാരിക തലം അതാണ്. അന്തസ്സോടുകൂടി പറയണം, അന ഹുനഫ എന്ന് പറയണം. ഇവിടെ പൈശാചികമായ ഇബ്ലീസിന്റേതായ എന്തെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഒരു കോടിയിൽ ഒരു അംശമെങ്കിലും പ്രവർത്തിച്ചു എന്നുള്ളതാണ്? ഇല്ല. എന്റെ അള്ള പറഞ്ഞതാണോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ മുന്നിൽ നിന്നിട്ട് പോലും ഇമാമത്ത് നിർവഹിച്ച ഞാൻ പറയാൻ പഠിച്ചവനെ അത് നിന്റേതാണോ? ആ ഒരു പ്രഖ്യാപനം നടത്തിയതോടുകൂടിയാണ് ലോകത്ത് മനുഷ്യരാൽ രൂപപ്പെട്ടിട്ടുള്ള എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം തകർന്നു പോകുന്നു. അതിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ലോകത്ത് ഈ ഒച്ചപ്പാടും ബഹളം മുഴുവൻ ഉണ്ടാക്കുന്നത്. ഒരു ഗ്രേറ്റ് ഇസ്രായേൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഇസ്രായേലുകാരുടെ ജൂതന്മാരുടെ ശ്രമങ്ങൾ എന്തൊക്കെ കോപ്രായങ്ങളാണ് കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ചരിത്രം അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതിന്റെ ഒച്ചപ്പാടും ബഹളവുമാണ്. പലപ്പോഴും ചരിത്രവും അതിന്റെ പ്രാധാന്യവും അറിയാത്തത് മുസ്ലിമീങ്ങൾക്ക് മാത്രമാണ്. നമ്മൾ കൃത്യമായ രൂപത്തിൽ അതിന്റെ റൂട്ടുകളൊന്ന് പരിശോധിച്ച് നോക്ക്. ഗ്രേറ്റ് ഇസ്രായേൽ എന്ന പേരിൽ ലോകത്തിന്റെ ഒരു ഭാഗം പിടിച്ചടക്കാൻ വേണ്ടി ഇസ്രായേലുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നേരെ ഈജിപ്തിലേക്ക് പോയ ആ ഒരു വഴിയടയാളവും കൃത്യമായ രൂപത്തിൽ എന്ത് ചെയ്തു? അതിന്റെ റൂട്ട് മാപ്പ് നേരത്തെ തന്നെ മുസ്ലിമീങ്ങൾക്ക് തയ്യാറാക്കാൻ കഴിഞ്ഞിട്ടില്ല, ജൂതന്മാർ തയ്യാറാക്കി. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ആത്മീയമായ തലങ്ങളിൽ, ആ വഴികളെ കൃത്യമായ രൂപത്തിൽ അടയാളപ്പെടുത്തിയിട്ട് അവരൊരു മാപ്പ് തയ്യാറാക്കി. നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്, ഗ്രേറ്റ് ഇസ്രായേൽ, വാട്ട് ഈസ് ദ ഗ്രേറ്റ് ഇസ്രായേൽ എന്ന് കൃത്യമായ റൂട്ട് മാപ്പ് അടക്കം ഗൂഗിളിൽ നമുക്ക് ലഭ്യമാകും. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജ് അടക്കമുള്ള സംഭവങ്ങളുടെ വലിയ പ്രാധാന്യം മുസ്ലിമീങ്ങളെക്കാൾ കൂടുതൽ ഇവിടെ ക്രൈസ്തവരോ അല്ലെങ്കിൽ ജൂതന്മാരോ ആണ് മനസ്സിൽ. ഇന്ന് ക്രൈസ്തവ ജൂത കൂട്ടായ്മയും അവരുടെ കൂട്ടുകെട്ടും ഒക്കെ രൂപപ്പെടുന്നത് ആ ഒരു ഘട്ടത്തിലാണ്. പ്രിയമുള്ളവരെ, പഠിക്കാൻ ഒരുപാടുണ്ട്. പറഞ്ഞു വന്ന വിഷയം ഇത്രയേ ഉള്ളൂ. എത്രയൊക്കെ അത്യുന്നത സ്ഥാനത്തെത്തിയാലും എൻ്റെ അള്ള എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഘടകവിരുദ്ധമായ രൂപത്തിലുള്ള ഒരു ചാണോ ഒരു ഇഞ്ചോ എൻ്റെ ഭാഗത്തുനിന്നും ഒന്നും ഉണ്ടാവുകയില്ല എന്നുള്ള ആ ശരിയായ കാഴ്ചപ്പാടിലേക്ക് മുസ്ലിം സമുദായം എന്നാണോ എത്തിപ്പെടുന്നത്, അവിടെ മാത്രമേ മുസ്ലിം സമുദായത്തിന് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. അവിടെയാണ് ഉഖൂവത്ത് അഥവാ പരസ്പര സാഹോദര്യ ബോധം അല്ലെങ്കിൽ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്നുള്ള ആയത്തിന്റെ പ്രായോഗികമായ വശങ്ങളൊക്കെ അവിടെ മാത്രമേ മുട്ടിട്ട് വിരിയുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. കാര്യങ്ങളെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനുള്ള നല്ല ബോധവും ചിന്തയും നൽകി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെയും ഖുർആന്റെ വഴിയിൽ അല്ലെങ്കിൽ ഖുർആന്റെ താല്പര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള നല്ല ബോധവും ചിന്തയും നൽകി അല്ലാഹു നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഖബറുകളെ അല്ലാഹു വിശാലമാക്കുകയും അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ ബലാ മുസീബത്തുകളിൽ നിന്നും അല്ലാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തിലുള്ള നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമായി പോയതിൻ്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ നമ്മുടെ സഹോദരങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു തആല സമാധാന സമാശ്വാസം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ പേരിൽ ജയിലിൽ കഴിയുന്ന മുഴുവൻ ആളുകൾക്കും ജയിൽ മോചനം കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ട ഇസ്സത്തിനെ തിരിച്ചു പിടിക്കാനുള്ള തൗഫീഖും താഖത്തും കൊടുത്തും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.